സൗപർണികാമൃത വീഴ്ചകൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ ജഗദംബികേ മൂകാംബികേ. നമസ്കാരം. അമ്മ GTV ചാനലിലെ ഗാനം ഗാനാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഗാനം ഗാനാമൃതത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് നിധിയാണ്. നിധിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നിധിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിധി ഇവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഞാൻ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാനൊരു മാത്തമാറ്റിക്സ് ടീച്ചറാണ്. ഡൽഹി പ്രൈവറ്റ് സ്കൂളിലാണ് ലാസ്റ്റ് വർക്ക് ചെയ്തത്. അതിന് മുമ്പ് ഷാർജ ഇന്ത്യൻ സ്കൂളിൽ, അജ്മാൻ ഇന്ത്യൻ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 2020 ആയപ്പോൾ ഞാൻ ജോലി നിർത്തി. കുറച്ച് വീട്ടുകാര്യങ്ങളും എൻ്റെ ഒരു പാഷനിലേക്ക്, മ്യൂസിക് തന്നെയാണ് ഓഫ് കോഴ്സ് പാഷൻ. അപ്പോൾ പാഷന് വേണ്ടി തൽക്കാലം ജോലി നിർത്തി. ഞങ്ങൾ ഇവിടെ UAE വന്നിട്ട് ഒരു 28 ഇയേഴ്സായി. അപ്പോൾ 20 വരെ വർക്ക് ചെയ്തു. 97 വന്നതാണ്. റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ കുറേ കൂടുതൽ ടൈം കിട്ടുന്നുണ്ട് അങ്ങനെ മ്യൂസിക്കുമായിട്ട്. വീട്ടിൽ ഞാൻ, ഹസ്ബൻഡും 2 മക്കളും, എൻ്റെ 2 ആൺമക്കളാണ്, അവരുടെ കൂടെയാണ്. സന്തോഷമായിട്ട് മ്യൂസിക്കും. അപ്പോൾ നമുക്ക് നിധിയുടെ ഒരു പാട്ടിലേക്ക് പോയാലോ? എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ഓക്കെ. ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാകോ വെളിയിൽ വരാനെന്തൊരു നാളും, വെളിയിൽ വരാനെന്തൊരു നാളും, അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോ തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാകോ വെളിയിൽ വരാനെന്തൊരു നാളും, വെളിയിൽ വരാനെന്തൊരു നാളും, അവിടുന്നെൻ ഗാനം കേൾക്കാൻ. കുറച്ച് നെർവസായി. അത് കുഴപ്പമില്ല, കാരണം ഈ പഴയ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ അല്ലേ. എന്തായാലും അത് നന്നായിട്ട് പാടിയ നിധി. ഇപ്പൊ പഴയ പാട്ടുകളോടാണോ താല്പര്യം? ഞാൻ എപ്പോഴും പഴയ പാട്ട്. മക്കൾക്കൊക്കെ പരാതിയാണ്, അമ്മ എന്ത് ന്യൂജന്റെ പാട്ട് പാടാത്തതെന്ന്. എപ്പോഴും പഴയ പാട്ടാണ് ഇഷ്ടം. ഇതറിയാലോ, ബാബുക്കയുടെ പാട്ടാണ് ജാനകി അമ്മ പാടിയത്. ഏത് സിനിമയാണ്? പരീക്ഷ എന്ന് പറഞ്ഞ പഴയൊരു സിനിമയിലെ പാട്ടാണ്. പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ശരിക്കും ഇപ്പോഴത്തെ പാട്ടുകളെ കുറ്റം പറയുന്നല്ല, എങ്കിലും അത് എൻജോയ് ചെയ്യാൻ അറിയാം. അതെ, പഴയ പാട്ടുകൾ തന്നെയാണ്. മലയാളം മാത്രമേ പാടുള്ളൂ? അല്ല, മലയാളമാണ് കൂടുതൽ പാടുന്നത്. പിന്നെ കുറച്ച് ഹിന്ദി. ഞാൻ ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ട് പാട്ട് പാടേണ്ടി വന്നിട്ടുണ്ട്. ഹിന്ദി പാട്ടിലേക്ക് പോയല്ലോ. ഇതിൻ്റെ ഒരു പഴയ ഗാനാണ്. ഖാൻ സാബ് അങ്ങനെ എന്തോ ഒരു സിനിമയിലെ ലതാജി പാടിയ ഒരു പാട്ടാണ്. പഴയ പാട്ടാണ്. നൂത്തനോ അങ്ങനെ എന്തോ ഒരു ആക്ട്രസ്സാണ് അത് പാടിയിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ പാട്ട്. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാടാം. ശരി. തുമി മേരി മന്ദിർ, തുമി മേരി പൂജ, തുമി ദേവതാ ഹോ, തുമി ദേവതാ ഹോ, തുമി മേരി മന്ദിർ, തുമി മേരി പൂജ, തുമി ദേവതാ ഹോ, തുമി ദേവതാ ഹോ, कोई मेरी आँखों से देखे तो समझे कि तुम मेरे क्या हो, कि तुम मेरे क्या
तुम्ही देवता हो. ഇഷ്ടമായോ? അയ്യോ ഭയങ്കര രസമാട്ടോ നിധിയുടെ ആ വോയിസിൽ ഈ പാട്ട് കേൾക്കുമ്പോഴേ വല്ലാത്തൊരു സുഖമാട്ടോ. ഭയങ്കര രസം. ഒരു മ്യൂസിക്കിന്റെ സപ്പോർട്ട് കൂടി ഇതിന് പാടിയിട്ടുള്ളേ, അല്ലാതെ അല്ലാതെ പാടിയപ്പോഴാണ് ശരിക്കും അത് ശബ്ദം അല്ലേ. അപ്പൊ അതിന്റെ മിസ്റ്റേക്കുകളും അതിന്റെ ഒരു ഷിവറിങ് ഒക്കെ ഇല്ല നന്നായിട്ട് പാടി, നല്ല രസമാണ് ഈ പാട്ട്. നിധിയുടെ വോയിസിൽ കേൾക്കുമ്പോൾ നല്ലൊരു സുഖമുണ്ട്. താങ്ക് യു. ഇവിടെ വന്നിട്ട് എത്ര വർഷമായെന്നാ പറഞ്ഞേ? 28 years ആയി. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ നിധി? പ്രോഗ്രാംസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്കൂളിൽ ഇപ്പോൾ ചില ഫങ്ഷൻസ് വരുമ്പോൾ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസോസിയേഷൻ ഓണം പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരു ചാൻസ് കിട്ടുമ്പോൾ പാടാറുണ്ട്. പിന്നെ NTVയിൽ ഒരു ഗുഡ് ഈവനിങ് ഗൾഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, അതിലും പാടിയിട്ടുണ്ട് പലതവണ. അങ്ങനെ. അപ്പോൾ ഈ സ്റ്റേജിൽ പാടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്താണോ പാടുന്നത്, അതോ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ, എങ്ങനെയാണ്? ചെറിയ ടെൻഷൻ എപ്പോഴും ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടിൽ എക്സൈറ്റ്മെൻറ്റും എൻജോയ്മെൻറ്റും ഉണ്ട് താനും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ സ്റ്റേജിൽ പോയിട്ട് പെർഫോം ചെയ്യാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ UAE അതെ ഒരുപാട് അവസരങ്ങൾ. അതെ ശരിക്കും അതെ. എൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിലിങ്ങനെ ശരിക്കും ഇങ്ങനെ അസൂയോടെ എൻ്റെ അടുത്ത് സംസാരിക്കുക, നിധിക്ക് ഇങ്ങനെ എത്രയും ചാൻസസ് കിട്ടുന്നുണ്ടല്ലോ ഇവിടെ, അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇവിടെ. അതെ ഒത്തിരി സ്റ്റേജസ് നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട്. വലിയ സിംഗേഴ്സ് അല്ലെങ്കിൽ പോലും, നമ്മളൊന്നും പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ലല്ലോ, പക്ഷെ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നു. അതെ അതെ അതെ, ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഞാൻ ചെറുതിലേക്ക് ഇങ്ങനെ ഈ ഗാനമേള ട്രൂപ്പൊക്കെ വന്ന് ഇങ്ങനെ പാടുമ്പോൾ ഞാനിങ്ങനെ അത് കണ്ടിട്ട് അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു ഇങ്ങനൊരു ചാൻസ് കിട്ടണം. കാരണം അന്നൊക്കെ ഇങ്ങനെ അത്യാവശ്യം സ്കൂളിൽ പാടും എന്നല്ലാതെ ഇങ്ങനെ ഒരു സിംഗറായിട്ട് എന്നുള്ള ഒരു ലേബലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു സിംഗറായി ജനിക്കണം എന്നൊക്കെ. പക്ഷെ അത് UAE വന്നതുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് സിംഗർ ഉള്ള ഒരു ചെറിയൊരു സിംഗർ എന്നുള്ള ഒരു ലേബലെങ്കിലും കിട്ടിയത്. നമ്മളിപ്പോ ഒരു സ്റ്റേജിൽ നമ്മൾ പാടിയാലും നമ്മൾ അടുത്തൊരു സ്റ്റേജിൽ പാടുമ്പോൾ ആൾക്കാർ വിചാരിക്കാം ഇവര് അവിടെ പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒത്തിരി സ്റ്റേജസ് നമ്മളിങ്ങനെ പാടുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. പ്ലേബാക്ക് സിംഗേഴ്സ് അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രയോറിറ്റി കിട്ടുന്നുണ്ട് നമുക്ക് ശരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്ന് പെട്ടത് നമ്മുടെ ഭാഗ്യം തന്നെ പറയല്ലേ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പിന്നെ അടുത്തൊരു സോങ്ങിലേക്ക് പോയാലോ? അടുത്ത ഏത് പാട്ടാ പാടുന്നത്? അടുത്തത് എല്ലാം ഞാൻ പഴയ പാട്ട് തന്നെയാണ്, ഭാർഗവി നിലയം എന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. വാസന്ത പഞ്ചമി നാളിൽ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു, വരുമെന്നൊരു കിനാവ് കണ്ടു, കിളിവാതിൽ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ വാസന്ത പഞ്ചമി നാളിൽ. എനിക്ക് ചെറിയൊരു തൊണ്ടയ്ക്കൊരു പിടുത്തമുണ്ട് ഇപ്പോഴേ. എനിക്കിവിടെ ഒരു സർജറി ഉണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ അവർ ട്യൂബ് ഇങ്ങനെ കടത്തിയിരുന്നു, ഓക്സിജൻ കയറാൻ. അങ്ങനെ അതിനുശേഷം എനിക്കിങ്ങനെ ഒരു പിടുത്തം പാടുമ്പോൾ ഇങ്ങനെ തുറക്കാൻ പറ്റണില്ല. ചെറിയ റീസെൻ്റ് ആയിരുന്നു, ഒരു 1 month ആയി. പക്ഷെ എന്നിട്ട് ഇതുവരെ അതിൽ നിന്ന് ഫുള്ളി റിക്കവേർഡ് ആയില്ല. അതെ എൻ്റെ ഒരു ചെറിയ ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ 2 മക്കളാന്ന് പറഞ്ഞത്, അവരൊക്കെ എത്രയായി? എനിക്ക് 2 ആൺമക്കളാണ്. മൂത്താളുടെ ബർത്ത്ഡേ ആണ് ഇന്നലെ. അതെ അതെ പറയാം. അപ്പം അവൻ പൈലറ്റാണ് എയർ അറേബ്യയിൽ. ഇപ്പോൾ ഒരു 4 years ആയിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ. പിന്നെ രണ്ടാമത്തെ ആള് അവൻ്റെ പേര് അതുൽ, മൂത്താൾ അതുൽ. രണ്ടാമത്തെ ആള് മിഥുൻ, അവൻ AUSൽ പഠിക്കുകയാണ് BBAക്ക്. ഇപ്പോൾ 4th year ആയി, ലാസ്റ്റ് സെമസ്റ്ററാണ്. പിന്നെ ഹസ്ബൻഡ് ദിലീപ് ബിസിനസ്സാണ്, ടേസ്റ്റ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ CEO ആണ്. അങ്ങനെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീട്ടുവിശേഷങ്ങളായി, ഇപ്പോൾ പാട്ടിൻ്റെ വിശേഷങ്ങളായി. അപ്പോൾ എല്ലാവർക്കും നിധിയെ ഇവിടെ UAE എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ വിളിച്ചപ്പോൾ തന്നെ എത്തിയ നിധിയോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിനാണ് ഞാനാണ് നന്ദി പറയേണ്ടത്. ഒരുപാട് സന്തോഷമുണ്ട്, ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടുന്നത് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമുക്ക് ഫൈനൽ സോങ്ങിലേക്ക് പോയാലോ? ഓക്കെ. അതെ, ഇനി കുറച്ചുകൂടെ ഒരു ഇതുള്ള തീരെ പഴയതിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വരാം. പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു പാട്ടാണ് പുലർകാല സുന്ദര എന്നുള്ളത്. അതും എൻ്റെ തൊണ്ട കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാടാം. പുലർകാല സുന്ദര
സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. മണ്ണിലും വിണ്ണിലും പൂവിലും പുല്ലിലും വന്ന ചിറകുമായി പാറി. പുലകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ഒരുപാട് സന്തോഷം നിധി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിൽ. അപ്പോൾ നമുക്ക് ഇനിയും കാണണം, ഇനിയും വരണം. ഒരുപാട് സന്തോഷം. ഇനി വിളിച്ചാൽ ഒരുപാട് സന്തോഷത്തോടെ ഓടി വരും. അതെ, അതെ, പാട്ടുകൾ തീർച്ചയായിട്ടും എന്നും വരണം. നമ്മുടെ പാഷനാണ്. അതെ, അതെ, അതെ. അപ്പോൾ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.